ബാ എന്തായാലും ചെയ്യാം ബാ. നമുക്ക് കറങ്ങാം. എന്തുപറ്റി? വാ കേറിക്കോ. എന്തായാലും ഒരു ആശ്വാസമൊക്കെ ആവും അല്ലേ? ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിയിരുന്നാൽ ശരിയാവത്തില്ല. ഇടയ്ക്കൊക്കെ വെളിയിൽ ഇറങ്ങണം കേട്ടോ കേസായിട്ട്. അല്ല എന്ന് വെച്ചാൽ വണ്ടിയൊക്കെ എടുത്തിട്ട് കറങ്ങണം കൂട്ടുകാരുടെ കൂടെ ഒക്കെ. പിന്നെ നമ്മുടെ ഇവിടെ പലേറ്റിലൊരു ഹോസ്പിറ്റലുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോവാം. ചെക്ക് ചെയ്യുന്നൊക്കെ നല്ലതാ. എനിക്കെന്തായാലും തൈറോയ്ഡ് ഉണ്ട്. ഇങ്ങനെ ചെക്കപ്പ് ഒക്കെ നടത്തണം. ഫുൾ ബോഡി ചെക്കപ്പ്. ആര് പ്രഗ്നന്റ്? ആരാ പ്രഗ്നന്റ്? ആരാ പ്രഗ്നന്റ് എന്നാ ചെക്കപ്പ് നടത്തണം. ആരാ പ്രഗ്നന്റ്? ഇവരെന്നോ ഒരു വിവരം വെറുതെ കരയിൽ ഇതാരാ ഹിരിസൺ? ലോക്ക് ചെയ്തോ? ഈ ബാക്കി നിൽക്കുന്ന നമ്മുടെ വണ്ടിയുടെ പുറത്താ? ഞാനാരടാ? ആ ഇങ്ങനെ തെറ്റിക്കല്ലേ ഒന്നും. സംശയം പോലെ. ആരുമില്ല, നമ്മള് മാത്രമേ കേറുന്നുള്ളൂ സിറ്റി ഇതിനകത്തൊക്കെ. ആർക്കും ഇതിനകത്ത് വേണ്ടേ? ഏറത്തെ നാളായി, 3 വർഷം തോന്നണം, ഓർമ്മയില്ല. അങ്ങനെ വളർത്തായിട്ട് വെട്ടാൻ മടിയാണ്ട് അങ്ങനെ നിർത്തി. എത്ര പിന്നെ കൊച്ചിനെ മുടിയുള്ള സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മുടി. ചിലപ്പം ഇതിനകത്ത് കാണും. അല്ല മറ്റേതെന്തായാലും റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ എന്തിനാ ഇത് നമ്മുടെ റേഡിയോയിൽ കയറണേ? ആര്? പാപ്പ നമ്മുടെ റേഡിയോ കയറിയെന്ന്. അപ്പാപ്പൻ കയറിയോ? അതെന്തിനാ കയറിയ? എനിക്കറിയത്തില്ല, ഇവനാ പറഞ്ഞു. ജുഗുരു പറഞ്ഞു. ജുഗുരു? അത് ഭയങ്കര പ്രശ്നം. കേക്കാവോ? ഭദ്രനോ? ഭദ്രൻ, ഭരതൻ അങ്ങനെ ആയിരിക്കും അല്ലേ? ഭരതൻ. വേറെ ചെറിയ പേര് കൊണ്ടോ? ചെറിയ പേരെന്ന് പറഞ്ഞ ഡോർക്കി. നല്ല പേര്. അതെ കേൾക്കാനൊരു സുഖം കാണൂല, പക്ഷെ വിളിച്ചോ. കള്ളൻ എന്ന് വിളിക്കാം, അങ്ങനെ എന്ത് വേണേ വിളിക്കാം. കള്ളൻ. ഡോക്രിയും കൊള്ളാം, നല്ല രസമുണ്ട്. അത് കൊള്ളാം. പോക്രി എന്നൊക്കെ പറയാം, നല്ല ഡോക്രി കൊള്ളാം. അതല്ലേ നീല ഈ പോയതല്ലേ? ഞാനന്ന് ശ്രമിച്ച. ആണോ? ശ്രമിച്ചോ? നമ്മുടെ ഹൃദയം പാച്ചു. പാച്ചു, ഓക്കെ. അല്ല പിന്നെ ചന്തു. ചന്തുവല്ല, കിച്ചു. വരദ വിളിക്കുന്ന. എത്ര ഏജ് പറഞ്ഞു? ഹലോ, പറയണ്ടേ? തോന്നിച്ചാണ്ടി വരെ കൊച്ചു കൊച്ചേ. ഭരത ഞാനാ? ശരി, ഭരത. പറഞ്ഞു. പ്രത്യേകിച്ച് AP പാപ്പൻ ഭയങ്കര മോശം എന്ന് പറഞ്ഞാ പിന്നെ അതറിഞ്ഞില്ലായിരുന്നല്ലേ? അതുകൊണ്ടല്ലേ നമ്മുടെ റേഡിയോയിലൊക്കെ കേറുന്നേ. അഹങ്കാരം എന്തും കാണിക്കാണ്. ഞാൻ ഒരിക്കൽ കൂടെ മെസ്സേജ് വെച്ച് നോക്കട്ടെ. ആർക്ക്? പാപ്പക്ക്. ഓ പാപ്പ, അച്ഛനെ വിളിക്കുക കേട്ടോ. തമിഴ് അറിയത്തില്ല, എന്നോട് ചോദിക്കണം, എനിക്കിതൊക്കെ അറിയാം. തമിഴ് തരുമാ? പിന്നെ തമിഴ്. ഞാൻ വന്ന് ടീക്കൽപ്പെട്ടി താനേ എന്റെ വീട്, അറിഞ്ഞൂടെ? ടീക്കൽപ്പെട്ടി അതൊരു പെട്ടിതാ, ടീക്കൽപ്പെട്ടി. എന്താ തമിഴ്നാട് ഏരിയയിലതാ. ഗോക്കു വന്നില്ല.
TKRP തന്നെ ഇങ്ങനെ പറഞ്ഞേ. ഇവിടെ അഡ്മിൻ ആയിട്ട് ഇവനൊക്കെ അല്ലേ ഞാൻ ചോദിച്ചോട്ടെ, ഇച്ചിരി മുമ്പ് എന്ത് പറഞ്ഞു? TKRP എന്നാ? അത് സിറ്റിയിൽ ഇല്ലേ? ആ പിന്നെ TKRP സത്യം സത്യം. ഈ ഭരതന് വന്നൊന്ന് ബുദ്ധിയില്ലേ? ഈ വണ്ടി നിങ്ങളുടെയാണോ ഞാൻ നിക്കണത്? അല്ല, വണ്ടി നിക്കുവല്ല ബ്രോ. അല്ല സാറേ ഒന്ന് ചിരിക്കാട്ടോ. നാളെ ചിരിക്കണേ വന്ന്. നമ്മളല്ലോ ഞാൻ ഇമ്പോണ്ട് ചെയ്യുന്നുണ്ട്. ചെയ്തു ആരാന്ന് വെച്ചു ചെയ്തോ എന്താന്ന് വെച്ചാൽ അറിയാം. അവൻ ഇച്ചിരി മുടയാണല്ലോടാ. ആണ് വന്ന് ചോദിക്കുന്ന ചോദ്യം സത്യം. സത്യം. നോക്കട്ടെ. പോലീസാണ്. ഈലിയും ചോദിച്ചാലോ? ചോദിച്ചു ബാബാ. സാറേ നിങ്ങളോട് ഗ്രൈൻഡ് ചെയ്യാൻ പോയില്ലേ? എനിക്കെന്തിനാ എടാ ഗ്രൈൻഡ് പോയില്ലേ ആരും? ഹലോ ഗ്രൈൻഡ് എന്താ ഗ്രൈൻഡ് ചെയ്യണ്ടേ? ഞാൻ മീൻ പിടിക്കുവായിരുന്നല്ലോ. ഒരു സെക്കൻഡ് എന്താ സാറേ? തലക്ക് സ്ഥിരതി. പോലീസാറേ ഇങ്ങ് വന്നേ. മറ്റേ സാറിനെ ഒന്ന് വിളിച്ചേ. സാറേ അത് സംഭവം എന്താണെന്നറിയോ? പുള്ളിയുടെ ഭാര്യ ഇട്ടിട്ട് പോയി. അതിനുശേഷം ഇപ്പം ഭയങ്കര വിവരക്കേടാ പറയുന്നത്. എന്താ പോലീസിനെ കണ്ട EMS, പട്ടാളത്തിനെ കണ്ട പോലീസ്. എനിക്കറിയത്തില്ല എങ്ങോട്ടാ പോകുന്നത്. എന്തൊക്കെയോ പറയണം ഇവരൊക്കെ. കറക്റ്റ് സംഭവം കറക്റ്റാ. ഹോസ്പിറ്റലിൽ കിടക്കണോ? ഹോസ്പിറ്റലില് ഇപ്പൊ പോണ്ടല്ലോ. എന്താ പറ്റി? പോണോ? ഹോസ്പിറ്റലിൽ ആരും ഇത് ചെക്കപ്പിന് പോയെന്ന് പറഞ്ഞു. ആരുടെ പ്രഗ്നന്റ്? ഭരതനല്ല നമ്മുടെ ജുഗുറു. അല്ല ഇവിടെ ആണുങ്ങള് പ്രഗ്നന്റ് ആവോ? ഇതെന്ന് പറഞ്ഞ ട്രാൻസ് മനസ്സിലായി. അപ്പൊ അങ്ങനെ എന്തോ സംഭവം നമ്മുടെ കയ്യിലല്ലോ. നമുക്ക് മണി ടർഫ് വരെ പോയിട്ട് വന്നാലോ? ഡേവിഡ് സാറേ ഈ മറ്റേ സാറേ നമുക്കൊന്ന് ജുഗുറുവിനെ കണ്ടിട്ട് വരാം. എന്നാ പിന്നെ നമുക്ക് വേറെ ആരെങ്കിലും ഒന്ന് കണ്ടിട്ട് വരാം. സ്നൈപ്പിനെ കയ്യിൽ പോയി സാറേ. ഞങ്ങൾ അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇതൊക്കെ അവിടെ കൊണ്ടിട്ട് കെട്ടിയിട്ടുണ്ട് സാധനമല്ലേ? എന്താടാ വള്ളിയാണോ? തന്റെ വട്ടൊക്കെ വായോളൂ. DC വന്നല്ലേ? ആ ഓക്കെ. അപ്പൊ ഐറ്റാച്ച് കാണുമല്ലോ അവിടെ. അവനെ ഇന്ന് ഞാൻ മണി കഴിക്കൊണ്ടിരിക്കുന്നു. പുഷ്പയുടെ താളം അവനല്ലെങ്കിൽ പണ്ടേ കുറച്ച് അധികം ഒരു വണ്ടിയുടെ ബ്രോങ്കോ എന്നാ അന്നത്തെ ഒരു വണ്ടി പറയടാ. ഇറ്റാച്ച് വേണ്ടെന്ന് ബാബാ പെട്ടെന്ന് നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നോ? കുതിരയുടെ പുഷ്പയാണോ? അങ്ങനെയാണെങ്കിൽ അവൻ ഷിൻജാന്റെ പുറയില്ല. ഉറപ്പാ അവന്റെ പുറകിൽ വെച്ചോ. കാണുന്നില്ല. കയ്യിൽ പോയാ എടാ ഒരുത്തൻ ഡിക്കി കയറി. അല്ല ഇതാരും മാസ് സ്നൈപ്പാണോ? ഓ ശരി. നമ്മുടെ ആളല്ലേടാ. എന്താടാ എന്തല്ലേ വയ്യേ സംഭവം? മാസിലെ സ്നൈപ്പ് കയറിയിട്ടുണ്ട് കേട്ടാ.
റേഡിയോയിലെ മാസ്റ്റർ സ്നൈപ്പ് വരുന്നുണ്ട്. അവൻ ശരിയാകത്തില്ല, അവൻ റീമാച്ച് വയ്ക്കും. ഹലോ ഹലോ കേക്കാവോ? കിരിസായിട്ട് എത്തിയോ? സ്ഥലത്തെത്തിയോ? എടാ ഇതാരാ ഈ നാലാമത് നടക്കണ ആരാ? ടൈപ്പ് ആരാ? ഹലോ മാസ് നമ്മുടെ കൂടെ അല്ല. ഇല്ല തൽക്കാലം വാസോണം പറഞ്ഞു ഇവരോടൊക്കെ കേറിക്കോളം പറഞ്ഞു ആണോ? റേഡിയോയില്. ട്രെയിനിയാണോ? നീയല്ല, ഇവ മറ്റേ പുഷ്പയുടെ കൂടെ ഉള്ള DC-യിലുള്ളവനാ. ഇവൻ അവിടുന്നുള്ള ചോർത്തി തരും. എടാ നിനക്കൊക്കെ നാണോ ഇല്ലേ ഇതിനകത്ത് കയറിയിരിക്കാൻ? എവിടെ മണി ട്രിപ്പില് വരണ്ടേ? ആ ഷിൻജാന്റെ പുറകിൽ പോയാൽ അവിടെ ഉണ്ടോ? വരുന്നു. എടാ നീല നിനക്ക് വയ്യേ ബാക്കിൽ കയറി കിടക്കണത്? സ്ഥലമില്ലേ എടാ സിറ്റുവേഷൻ ഉണ്ടോ? ഇല്ല അവനോടി പുഷ്പയോടി. പോടാ നീക്ക് നീ ഇവിടെ നിർത്തണേ. ഇവിടെ കണ്ടപ്പോ നമുക്കൊന്ന് കണ്ടിട്ട് പോയായിരുന്നു ഡോക്ടറിനെ. ഇവിടെ ആരെ കാണാതിരിക്കുന്നത്? ചെറിയ ജലദോഷം. എന്തെങ്കിലും ഉണ്ടെങ്കിലേ കേറാൻ പറയണ എല്ലായിടത്തും. അത് ബുള്ളറ്റ് അണ്ണാർക്കണ്ണനല്ലേ? അടുത്ത് കേറാൻ പറ. എടുത്താലോ? അത് പെർഫെക്റ്റ് ചോയ്സാ. എടാ സർക്കിനോട് കേറാൻ പറയേ. എത്തി. ഈ പെണ്ണൊക്കെ കേറിയിരിക്കുന്നത് മണി ടെർഫിനകത്ത്. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ട് പെട്ടെന്നാവട്ടെ. ഹലോ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഇതാരാ? ഹലോ ഞാൻ ട്രിക്കിയാണേ, പറഞ്ഞോ. എന്താ നിനക്കൊക്കെ? അയ്യോ മന്ദാരം എടുത്തിട്ടോ. ട്രിക്കി ഹോസ്പിറ്റലാണ്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി കണ്ടുപിടിക്കണം ട്രിക്കിനെ. ഹോസ്പിറ്റലിൽ അവന് തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ട്രിക്കി മറ്റേ മലയുടെ മുകളിലായിരിക്കും. മലയുടെ അല്ലല്ല, അവനവിടെ ഉണ്ട്. അവൻ തൈറോയിഡ് ഭയങ്കര പ്രശ്നമായെന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഉണ്ട്. എടാ എന്റെ തൊണ്ട കട്ട് ചെയ്ത് എടാ അത് ഇവിടെ ഇരിക്കുകയാണ് നോക്കട്ടെ. ആണോ? നമുക്ക് ട്രിക്കിനെ ഒന്ന് പോയി കാണാം. മണി വാഷ് ചെയ്യാൻ വന്നതാണോ? ഇന്നൊരു 10 കോടിക്ക് അത് പറഞ്ഞപ്പോഴാ ഡോർക്കിക്ക് ഒന്ന് മണി വാഷ് ചെയ്യണമായിരുന്നു. അല്ല ആരും ഇവിടെ മറ്റേ ഇവര് വരുന്നോ? DC വെളുപ്പിക്കോ ഇവിടെ ട്വിറ്ററിൽ എങ്ങനെയാടാ? ട്വിറ്ററിലോ? അതെങ്ങനെയാ? ഡോർക്കിക്ക് അറിയോ? എടാ നീല പറഞ്ഞോ. നീല പറഞ്ഞു കിടന്നേ. നമ്മുടെ ഭാഗത്ത് കാറിനകത്ത് സ്ഥലമില്ലായിരുന്നേ. ഹലോ ട്രിക്കി ഹോസ്പിറ്റലായിരുന്നു. അവനെ ഒന്ന് പോയി രക്ഷിക്കണമായിരുന്നു. ഇനി അടുത്ത ടർഫ് ഒന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ടർഫ് എനിക്കൊന്ന് അടുത്ത MS13 വിളിച്ചേക്കാം. എന്റെ അറിവില് MS13 ആൾറെഡി മറ്റേ ടർഫ് ഉണ്ടല്ലോ. അതുകൊണ്ട് എന്നിട്ട് അവന്മാർ അഹങ്കാരല്ലയോ? തന്തേലാഴി അല്ലയോ ഒരു കാണിച്ചേ? വീണ്ടും ഒരു വിളിക്കുന്നു. അതെ എന്തായാലും അടിയാരോട് കേറാൻ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡേവിസ് ചിലപ്പോ അട്ടപ്പാടി വിളിക്കും കേട്ടോ. അതിനു മുമ്പേ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. അടിച്ചെടുക്കണ്ടേ നമുക്ക്? അതെടുക്കാം, എന്തായാലും എടുക്കാം. അട്ടപ്പാടി അവന്മാര് ശല്യങ്ങളായിട്ടോ കുറച്ച്. സത്യം പിന്നെ മറ്റേ അറക്കളം വാടിയും മറ്റേ ഇവന്മാരൊക്കെ ഉണ്ട്. അറക്കളം മോബി പിന്നെ പോട്ടിങ്ങയില് പിന്നെ അംബിസ്വാമി അങ്ങനെ കെവിൻ ആഷ് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ലീഡർ മറ്റേ കെവിനല്ലേ? അത് കഴിവില്ലാത്തവനാ. ലീഡറെ പോരാ. കെവിന്റെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവൻ എന്തിനാ റേഡിയോ കയറിയിരിക്കുന്നത്? വെറും ഫ്രോഡ്. ഇരുന്നോട്ടെ, അത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി പിള്ളേരെ പിടിച്ച് ഇരുത്തിയേക്കുന്നേ. റോള് കൊടുത്ത് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇത് മണി വാഷ് ചെയ്യണ്ടേ? മണി വിളിപ്പിക്കണ്ടേ? ഇപ്പൊ വാഷിംഗ് മെഷീൻ വർക്കിംഗ് അല്ലടാ അല്ലേ? മണി കറത്തിരിക്കായിരുന്നു, വിളിപ്പിക്കണമായിരുന്നു. വാ പെട്ടെന്നായിരുന്നു. അതിനിപ്പോ വിളിക്കൂലടാ, മരുന്നന്റെ വിളിക്കൂല. എന്നാലും നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന വിളിപ്പിക്കണം. കുറച്ചൊക്കെ വിളിപ്പിക്കട്ടെ. വാ ഇനി ഇന്ന് വിളിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഹലോ
റേഡിയോ കേട്ടൂടെ? കേക്കാം. ഒരു കയറ് വാങ്ങിച്ച് പണ്ടെത്ര ഇപ്പൊ ടോട്ടല്? ഹോസ്പിറ്റലിൽ കൊണ്ടുവിടാ. ഇപ്പൊ എത്ര ഗ്യാങ് ഫണ്ട് എത്ര ആയിരുന്നു പറഞ്ഞ? 20 കോടിയല്ലേ? നമ്മുടെ കയ്യില് 15 അമ്പത്തൂര് 200 കോടി കഴിഞ്ഞെന്നാ കേട്ടാ. ആണോ? അവൻ ഭയങ്കര ഗ്രൈൻഡ് കേട്ടോ, ഉള്ള കാര്യം പറയാലോ. അവൻ നല്ല ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ഗ്യാങ്ങിന് വേണ്ടി. ആ ഒരു കാര്യത്തിൽ 200 കഴിഞ്ഞു. എടാ ടർഫ് മറ്റേ ഇത് ഡിഫെൻഡ് ചെയ്യണതിന്റെ പ്ലാന് മാറ്റിയായിരുന്നോ പിന്നീട്? അത് പ്ലാൻ മാറ്റി. ആ സി ടീം ഇതിന്റെ മേളില് ആ ടവറിന്റെ മതി. ഞാൻ ഡീല് കയറി കേട്ടോ. ഞാൻ ഡി ടീമാണ് വല്ലപ്പോഴും കളിച്ചാൽ ഞാൻ അറിയാനാട് മതിയാ? ആ ഈ ഓക്കെ. ടീമാ ആ നമുക്ക് 3 ടീമുണ്ട്. തുടങ്ങിയത്. പുതിയ കോളൊക്കെ തരുന്നു. നമുക്കങ്ങനെ ഉണ്ട്. ആ അല്ല അത് കീരിയസ് ആയിട്ട് ഇല്ലാത്ത സമയത്ത് പറ്റി. TJ പിള്ളേര് വന്നപ്പോ കുറച്ച് പ്ലാൻ വ്യത്യാസം മാറ്റി. അതെ 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 കൊമ്പന. സ്ട്രാറ്റജി, അതായത് മെറ്റ ഫുള്ള് മാറ്റി, സ്ട്രാറ്റജി ഫുള്ള് മാറ്റി അവര്. അതെ 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 അത് മാറ്റി അത് മാറ്റി. നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയാലോ? നീ ഇപ്പൊ അല്ലേ എല്ലാ ഗാങ്ങും കേട്ടോ, നാളെ വള്ളിയായി. നീ ടർഫ് കളിച്ചിട്ടുണ്ടോ? അതെങ്ങനെ? അതിനെ കുറിച്ച് ABCD അറിയാവുന്നവനാണോ അത്? വരദന അപ്പൊ തലക്കാലത്തേക്ക് സി ടീമിലിടാം. ഇടാ, അത് മതി. അത് ആരുടെ എന്നാലും പ്രഗ്നന്റ് ആയത്? ജുഗ്രു അല്ലേ? ജുഗ്രു പറഞ്ഞേ. ഹോസ്പിറ്റലിൽ പോണം. ഹോസ്പിറ്റലിൽ പോയാൽ പറ്റും. എന്തിനാണ് ഇത് മാറ്റണ്ടേ? നീ എത്ര നാള് ഈ കളിക്കാൻ? ജുഗ്രു പ്രഗ്നന്റ് ആയി കിടക്കുമല്ലേ? വാ വാ വാ. മോതിരം ഇട്ടിട്ട് തന്നെ കാര്യം, വയറ് കാണണ്ടേ നമുക്ക്? നിനക്കൊക്കെ കണ്ടുകൂടെ? ഇവനല്ലേ ഇവിടെ എടാ മറ്റേ എടാ ജുഗ്രു അല്ല, എനിക്ക് തോന്നുന്നു മറ്റേ ഇതാന്ന് തോന്നല്ലേ. ആരായിരുന്നു പറഞ്ഞേ? ആരെങ്കിലും പേരോടാ? മെന്നിയാണെങ്കിൽ മറ്റേ ഇപ്പം ഫുൾ ടൈം മറ്റേ മെന്നീസ് ഏഞ്ചൽസ് ഒന്നും പറഞ്ഞ കിടക്കും കേട്ടോ. ശ്രദ്ധിക്കണം അത്. ഓ മറ്റേ കൺമണിയും ശരിയല്ലേ? ഞാൻ അതിനകത്ത് കേറണത് മാത്രമാണ്. പറയാ. ഞാൻ എന്നാ ജുഗ്രുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. എടാ നമുക്ക് എല്ലാവർക്കും പോയി കാണണ്ടേ? ഞാൻ പറഞ്ഞു എല്ലാരും എടാ വയറ് കാണേണ്ടതല്ലേ? നമ്മൾ കുടുംബമായിട്ട് പോയി വയറ് കാണേണ്ടതാ. അതിവിടെ പൊക്കി വെക്കിയാ പോരെ? അങ്ങനല്ല, അവൻ അവിടെ ഇത് ജുഗ്രുവല്ലേ? ഇത് അയ്യോ സോറി, കേസ് മാറി. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ പ്രസവം നടക്കും. ജുഗ്രുവിടെ ഉണ്ടടാ ബാല, ജുഗ്രുവിടെ ഉണ്ട്. അവൻ കഞ്ചാവാന്ന് തോന്നുന്നു കേട്ടോ. അവൻ പരസ്പര വിരുദ്ധമായി എല്ലാവരും സംസാരിക്കുന്നു അല്ലേ? ശ്രദ്ധിച്ചാ? ഞാൻ പറഞ്ഞു കിരിച്ചേട്ടാ, അവൻ ഈ ഇടയ്ക്കായിട്ട് കഞ്ചാവ്, അവന്റെ മുടി കണ്ടില്ലേ? നീ മണി ടർഫ് ഒന്ന് വന്നേ. കിരിച്ചേട്ടാ, അവന്റെ മുടി കണ്ടില്ലേ? കഞ്ചാവ് അവൻ പരസ്പര കണ്ണും മുടിയും. അയ്യോ, ഇത്രയും ആമ്പിള്ളേർ ഇത്രയും മുടിയും വളർത്തി, അത് 100% കഞ്ചാവ്. വെള്ള പാന്റ്. അതോ ഞാൻ ഭരതൻ, അറിഞ്ഞോളൂ നിനക്ക്. അത് ഭരതൻ, ഇത് നീലൻ, ഇത് കുറുപ്പ്. 18K, താങ്ക് യു സോ മച്ച് ഫോർ ദ 18K ഗൈസ്. നീ ഇതുവരെ ആരെയും പഠിച്ചില്ലേ? ഗ്യാങ്ങിൽ വന്നിട്ട് എത്ര ദിവസമായി? ശ്രദ്ധിക്കണം. മറ്റേ വള്ളി ടീംസ് കണ്ണാപ്പി അവന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചുമ്മാ ഹെൽമെറ്റ് ഇട്ടെ. കേറുന്ന അവന്മാരെ പിടിച്ച് മറ്റേ സാറിനെ അടിയാവും. എല്ലാരും ഹെൽമെറ്റ് ഇട്ടേക്കെ. എടാ ആർമർ അടിച്ചു കിടക്കേ. ആ ജോയിന്റ് അല്ലായിരുന്നോ ഷീൽഡ്? അതെ അതെ ആ മെത്ത് ഹീല് അല്ലേ? അതെ അതെ. പാരസെറ്റമോൾ പറഞ്ഞ നീല ഷർട്ട് ഇട്ട് കിടക്കുന്ന ആരെ വേണമെങ്കിലും അടിച്ചോളാൻ പറഞ്ഞേക്കുന്നത്. ഒന്നും ഓർമ്മയില്ല. നീല ഡ്രസ് ഇട്ട് ആരെ ഉണ്ടെങ്കിലും അടിച്ചോളാം. കാണാനില്ലല്ലോ. എന്നിട്ട് അവനെന്തേ റേഡിയോ ഇറങ്ങി ആള്. ചാറ്റ് നോക്കാനാ? എന്താ ചാറ്റ് നോക്കിയേ? കഞ്ചാവ് MDMA അരച്ച് കുടിച്ചതാണ്. കൈ തെറ്റിയോ? കൈയ്യട്ടി വന്നില്ലോ, രക്ഷപ്പെട്ട് ഓടിയതാണല്ലേ മെഴുകി. എന്റെ കയ്യിലെന്തായിരിക്കുന്നേ? എനിക്കിപ്പോ ഒരു ഫോൺ കോൾ വന്നു കേട്ടോ. എന്താ? നമ്മുടെ ട്രിക്കി അവന്റെ വിർക്ക പോയെന്ന്. പോയോ? ആ വിർക്ക പോയി. അവനെ ആരാണ്ട് എന്താ പറഞ്ഞൂടാ? വിക്ര അല്ല വിക്രയെന്ന്, വിർക്ക. എന്താണ് നിനക്കൊക്കെ? വിർക്ക അറിഞ്ഞൂടെ എന്തുവാന്ന്? കിണ്ടിയാ? ഓ കിണ്ടി, അത് തന്നെ. ബാ, അത് പോയി. ഒരെണ്ണം എടുത്തോണ്ട് പോയെന്നാ കേട്ടെ. ബാ, അത് നമുക്കൊന്ന് പോയി തപ്പണം. ചരക്ക് എടാ പെട്ടെന്ന് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുവാ. ഒരു കിഡ്നി അടിച്ചോണ്ട് പോയി. എടാ നീ നീല പിന്നെ നീ കയറി ബാക്കി കിടക്കണ. വണ്ടിക്ക് സ്ഥലമില്ല.
സൈഡിൽ നിക്കാലോ. അത് ശരിയാണല്ലോ. ആ ശരിയാണല്ലോ. അതെങ്ങനെ നീലെന്ന് പറഞ്ഞൂടാ നീ ചുമ്മാ വല്ലപ്പോഴും സിറ്റി കയറും. എടാ ഇവന് ഈ പിടിച്ചാന് എടാ ഇവൻ ഈ റേഡിയോക്കകത്തിരിക്കണ എനിക്ക് പിടിക്കണില്ല കേട്ടോ. നമ്മള് എന്തെങ്കിലും പേഴ്സണലി സംസാരിക്കുകയാണെങ്കിൽ ഇവൻ കേട്ടതും മറ്റവന്മാർക്ക് പറഞ്ഞു കൊടുക്കത്തുള്ളൂ. എടാ സ്നൈപ്പ് എന്ന് പറഞ്ഞൊരുത്തുണ്ടല്ലോ. സത്യം അവൻ മാസില് ഇച്ചിരി ചാഞ്ചാട്ടമുള്ളവനാ, മനസ്സിലായ? അപ്പൊ അത് മാസം സിറ്റിയിലുണ്ടോ? ഇല്ല, പക്ഷെ അവൻ മാസിലെ പ്ലെയറാ, മനസ്സിലായ? അപ്പൊ അവൻ ആ ഒരു ഇത് വർക്ക് ചെയ്യുന്നവനാ സസ്സാവ്. ഞാനൊന്ന് ഡോക്ടറിനോട് സംസാരിക്കട്ടെ, പോരെ? സാറേ ഒന്നിങ്ങോട്ട് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞു. സാറേ സാറേ കൂട്ടത്തില് ഇച്ചിരി അല്ല മൂത്ത സാറ് ഇപ്പോ ഒരാള് സാറേ സംഭവം അർജന്റാ. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തിന് വട്ടായി. അപ്പൊ അത് മൂത്ത സാറുണ്ടായിരുന്നു നടക്കത്തില്ല. പക്ഷെ ഞങ്ങള് ഇതുവരെ പറഞ്ഞിട്ടില്ല അതെന്തോ വന്നി. അപ്പൊ നിങ്ങളതൊന്ന് മാനേജ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. ഇതാണ് ആള് നമ്മുടെ അതായത് നമ്മുടെ കീരിസേട്ട്. മനസ്സിലായി? നമ്മള് ഒന്നും ചെയ്യണ്ട. കീരിസേട്ട് നമ്മുടെ ആളെന്ന് പറഞ്ഞ നമ്മുടെ തലമൂത്ത ആള്, മനസ്സിലായോ? പിടിന്ന് വെച്ചാൽ ഇവിടെ ഇച്ചിരി മോഷണമൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി അവർ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന പോക്കറ്റ് അടി കേസേ അങ്ങനത്തെ എന്തോ ഉണ്ടെന്ന്. ഇവിടെ ഫുള്ള് പോക്കറ്റ് അടിയാന്ന്. പാവപ്പെട്ടവന്മാരെയൊക്കെ ഇങ്ങനെ മാസല്ല ഡി സി. എടാ ഇനി ആണോ? അല്ല ആ മാസിലുണ്ടോ? മാസം കളിക്കുന്നത് ആ ഡി സി അല്ലേ? ടി കെ ആർ പി ആരെങ്കിലും ഡി സി എവിടെ പോയാ വഴി? ഞങ്ങള് അറിഞ്ഞു സത്യം. ആ സാറേ മൂത്ത ആള് വന്നോ? മൂത്ത സാറ് ഇതാണ് മൂത്തത്. ആ ഓക്കെ സാറേ സംസാരിച്ചൊന്ന് വളച്ചു. സാറേ ഇങ്ങോട്ടൊന്ന് വന്നേ സാറേ. സാറിന് എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സാറിന് എന്തോ വെയ്യായ്മ പറയുന്നത്. അത് മറ്റേ തൈറോയ്ഡ് നിൽക്കാനേ. സാറേ പി ഡി അല്ല സാറേ, EMS. ഞാനാണ് സാറേ EMS. ഇത് കുറച്ച് നാളായി സാറേ. ഇപ്പൊ മനസ്സിലായി സാറിന്റെ കുഴപ്പം. ഇതൊന്നും വലിയ കുഴപ്പമില്ല സാറേ, അഡ്ജസ്റ്റ് ചെയ്യാം. രക്ഷപ്പെടുവോ? കുഴപ്പമില്ല. സാറേ പുള്ളിയുടെ പേരെന്താ സാറേ? സാറേ കിരിക്കാടൻ ജോസ്. ഓക്കെ. വയസ്സ് 47. വേറെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഫാമിലി TV എന്ന് പറഞ്ഞൊരു കുടുംബത്തിലാട്ടോ. ഇപ്പൊ ഞങ്ങളാണ് ബൈസ്റ്റാൻഡേഴ്സ് രണ്ടുപേരും. PD ഓഫീസർ അല്ലേ സാറേ? ഞാൻ EMS ആണ്. അതാ ഞാൻ പറഞ്ഞ അൽഫാം കൊണ്ടുവന്നവരുണ്ടല്ലേ? പിന്നെ ഞാൻ ജസ്റ്റ് കഴിക്കാറുള്ളൂ. കൊണ്ടുപോയി അടച്ചു കൂട്ടി പോയാ കിഡ്നി പോയി. കിഡ്നി പോയി. അടേ സാറേ തിരിച്ചു തരണേ. കിട്ടിയ പോലെ തന്നെ സാധനം ഒന്നും എടുത്തോണ്ട് പോവല്ലേ? നമ്മളാ ഉത്തരവാദി കേട്ടാ. ലൈവ് ഡിലീറ്റ് ചെയ്ത് ഓടിയല്ലേ? സാറേ പരസ്പരം വിരുദ്ധമായി സംസാരിക്കുന്നു. ആളെ തിരിച്ചറിയാനില്ല. ഇപ്പൊ കണ്ടില്ലേ സാറേ? വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പോലീസാന്ന്. ശരി, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ EMS ആന്ന് പറയാ. അങ്ങനത്തെ ഒരു പ്രശ്നം. ആ പോക്കറ്റ് ഇടി ഇവിടെ ഫുള്ള് പോക്കറ്റ് ഇടി. വായുവിന്റെ സംസാരിക്കുന്നു, ബൈക്കിൽ റൈഡ് പോകുന്നു. ഞങ്ങൾ വെളിയിലുണ്ട്. പുള്ളിക്കാരത്തി എത്ര എന്നാ കണ്ടെന്ന് പറഞ്ഞേ? ലാസ്റ്റ് ഒരു 4 ദിവസം മുമ്പ്. മൂന്നാമത്തെ മുമ്പാണ് ഈ പുള്ളിക്കാരത്തി കണ്ടിട്ടുണ്ടോ? അന്ന് കണ്ടിട്ടില്ല. അതിനുശേഷം ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുക. ഇന്നായപ്പോ എന്നെ ആദ്യം കണ്ടുപിടിക്കുമ്പോന്നൊക്കെ വിളിച്ച് സംസാരിച്ചു. കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ എന്നെ മറന്നു. എന്നെ ആ വേറെ ആളാണ്. ഇത് നീലനാണ്. പക്ഷെ നീലൻ വേറെ ആളാണ്. ഇപ്പൊ സാറിന് ഇപ്പൊ PD എന്നൊന്നും വിളിക്കുന്നില്ലേ?
അതേപോലെ എല്ലാം തലയിരിഞ്ഞ നമ്മുടെ സിറ്റിയുടെ എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റത്തില്ല. അതായത് അച്ഛനെ കയറി അമ്മാന്ന് വിളിക്കുക, അമ്മ കയറി അച്ഛാന്ന് വിളിക്കുക, ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളാണ്. എന്തോ പറയാനാ. പ്രശ്നമാണ്. ഇതിന്റെ ജസ്റ്റ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ചെക്ക് സൗമ്യയാണോ? പുള്ളിക്ക് കാണാൻ പറ്റാത്ത പുള്ളിക്ക് കുറച്ച് പുള്ളിയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആക്കിക്കൊണ്ടിരുന്നതാണ് ഞാൻ ഇപ്പൊ ഇവിടെ. ഇവിടെ സംസാരിക്കും. എടാ ഞാൻ ഇതിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുക, എന്നെ പുറത്തോട്ടിറക്കി. എംആർഐയുടെ പ്രശ്നമല്ല, തലക്കടിയൊന്നും കിട്ടിയതായിട്ട് ഇവരൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. തലയ്ക്കൊന്നും അടി കിട്ടിയിട്ടില്ലല്ലോ സാറേ? തലക്ക് ആരെങ്കിലും അടിച്ചോ ഇനി എങ്ങനെയും ആരത്തൊക്കെ എന്തെങ്കിലും സംസാരിച്ച് അടി കിട്ടിയോ? തീർച്ചയായിട്ടും തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തലയ്ക്ക് എന്തെങ്കിലും വേദന വല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. എന്നിട്ട് നമുക്ക് നോക്കാം, തലയ്ക്ക് വല്ല ക്ഷേത്രം വല്ലതും പറ്റിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയണമല്ലോ. ഒന്ന് നോക്കണം സാറേ, സ്കാൻ ചെയ്ത് നോക്കണം. ഓക്കെ സാറേ, സ്കാനിംഗ് റൂമിലേക്ക് കൊണ്ടുപോയേ. ഇവിടെ പേയ്മെന്റ് ചെയ്യോ പോലീസിന്റെ? പോലീസിന്റെ അടുത്ത് എന്നെ ഒന്ന് സാറേ ഇപ്പൊ ഇത് എപ്പോ കിട്ടിയ സാധനം? ഇത് നന്നാക്കി കിട്ടി സാറേ. ഇതെന്താ സാറേ ഇത്? വണ്ടിയൊന്നല്ല സാറേ, കൊണ്ടുവന്നില്ലേ? നിങ്ങളുടെ ഒരു ഫാമിലി പിന്നെ സാർ അതുകൊണ്ടല്ലേ ഇത്ര കരുതൽ. അപ്പൊ നമ്മള് ഇതിനകത്തുണ്ടോ? സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. സ്കാനിംഗ് റൂമിലോട്ട് കിടത്തേ. ഞാൻ എന്താ വരുന്നത് ജസ്റ്റ് ഓപ്പറേഷൻ എവിടെ സാറേ സ്കാനിംഗ് റൂം? സാറിന് തന്നെ അറിയത്തില്ല, വട്ടം കറങ്ങി. അല്ല വയ്യോ MRI ഇപ്പുറത്താണ്, ഇവിടെയാണ് ബാക്കി സ്കാൻ. ട്രെയിനി അല്ലേ? അതെ സാറേ ഇതിനകത്ത് എനിക്ക് ആളെ കാണുന്നില്ല കേട്ടോ. ആള് ഡോറിൽ കൂടെ വന്നപ്പോ പുള്ളി ഒന്ന് കാണാണ്ടി പോയി. പിന്നെ സാറേ മറ്റേ ഡോക്ടറിനോട് കയ്യിൽ 25 ലക്ഷം പോകും. 25 ലക്ഷം 2.5 കോടിയാണോ അറിയില്ല, ഏതോർണം പോകും. 0 കോടി മറന്നു. 2.5 കോടി കോടിയാണ് 25 ലക്ഷം. പുള്ളിയിലൂടെ അവിടെ പോയി ഞെക്കിയ പുള്ളി കയ്യിൽ നിന്ന് കാശ് പിടിക്കില്ലേ? അങ്ങനെ സാറേ സാറിന്റെ ഒരു ഊഹം വെച്ചിട്ട് ഇത് എപ്പോ ശരിയാവുന്നല്ലോ എന്തേലും? അതാ ഞാൻ ചോദിക്കുന്നത്, ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഇതൊരു 4 ദിവസം മാക്സിമം. അല്ല സാറേ ഒരു ഡൗട്ട്. സാറിന്റെ തലയുടെ നടുക്കുന്ന ഒരു വെട്ട്, ഇത് ആ കേസാണ്. ഒരു സെക്കൻഡ് സാർ, ശരിയാണ് സാറേ. പുള്ളിയെ നമുക്ക് സ്ട്രക്ചർ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ എങ്ങനെയാണെങ്കിൽ. പക്ഷെ പുള്ളി സ്ട്രക്ചർ ഓടുക പേടി. ഞാൻ എന്തിനാ ഓടണേ? സാറേ നമ്മള് സാറേ ഞാൻ പറയട്ടെ, ഇത് പുള്ളി ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് റിയാക്ട് ആവുള്ളൂ. ഹൈപ്പർ ആക്ടിവേറ്റ് ആയിരുന്നു. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് റിയാക്ട് ചെയ്യാറുണ്ടോ? പെട്ടെന്ന് ദേഷ്യം വരി അങ്ങനത്തെ ഇല്ലല്ല. ഭയങ്കര സൽസലാബി എന്തോ സാധനം ഉണ്ടല്ലോ. എന്തോ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ള വാക്കാണ്. അതെ, വെൽ മാനേഡ്. അതെ. പിന്നെ എന്തൊരു പുള്ളിക്കുള്ള പ്രശ്നം? ആകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാറേ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യ ഇട്ടേച്ച് പോയതിനു ശേഷം ഇങ്ങനെ. ഓ സാറേ അത് ഡിപ്രഷൻ സാറേ. അതിന് ഹോസ്പിറ്റലിൽ അതിന് ഡിപ്രഷൻ എന്നാ പറയുന്നത്. ഞങ്ങൾ ഈ പഴയ ആൾക്കാർ ഇട്ടേച്ചിട്ട് പോയിട്ടില്ലാന്നേ. ആള് 2 ദിവസം കാണാതായപ്പോ ഇങ്ങനെ ആയതാ സാറേ. ഇത് അസുഖമല്ലേ സാറേ? ഏത് പുള്ളിയുടെ പെണ്ണിട്ടിട്ട് വേണ്ടി ഡിപ്രഷൻ. സാറേ സംഭവം മനസ്സിലായി സാറിന്. ഇത്രയും ഇഞ്ചുറീസോ വല്ലതും ഉണ്ടോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ എന്തായാലും. പുള്ളി അവിടെ നിന്നിക്കാൻ നോക്കണേ. ഞാൻ പോയി സ്കാൻ റിപ്പോർട്ട് എടുക്കട്ടെ. ട്രെയിനിങ് സാറേ, സാറിന് തലക്കിട്ട് വെട്ടി വന്നു കറക്റ്റ് ഒരു വെട്ടി. സാറേ ഞാൻ ഇവിടെ നല്ല ഹെയർ കട്ടൊക്കെ ആയിട്ട് വന്ന കേട്ടോ. അന്ന് സിറ്റി റീസ്റ്റാർട്ട് ആയപ്പോ എന്നെ ദൈവം തലക്കിട്ട് തന്ന വെട്ടത്. പിന്നെ അങ്ങ് സാറേ എന്റെ സാറേ ഒന്ന് നേരക്ക് എടുക്ക സാറേ. സാറേ ദിദി പുള്ളി ഒന്ന് സാറേ പുള്ളി റെസ്പോണ്ട് ചെയ്യണല്ലോ. സാറേ ഒന്ന് എഴുന്നേറ്റ് നേരെ കിടക്കാവോ? നേരക്ക് മൈക്ക് മാറി കിടക്കുവായിരുന്നു. എന്തോടാ എന്റെ മൈക്ക് മാറി കിടന്നിട്ട് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു? എടാ നിനക്ക് അതൊക്കെ മനസ്സിലാക്കാനുള്ള ഇതുണ്ടോ? ഞാൻ ഒറ്റ ചെവിയിലാ കേൾക്കുന്ന ഇതൊക്കെ. ഇതിന്റെ ക്വാളിറ്റി പോലും എനിക്കറിയത്തില്ല. സാർ ഇപ്പൊ എന്റെ സൗണ്ട് ക്ലിയർ ആയി. ഞാൻ നടന്നു വരാം. അല്ല സാറേ ഇത് ഇവിടെ ഇങ്ങനത്തെ ഫെസിലിറ്റി ഉള്ളപ്പോ എന്തിനു നടക്കും?
ഡോർ അങ്ങ് തുറന്നു പിടിക്കാൻ. മരണം മാറി നില്ലടാ, അവര് കൊണ്ടുപോട്ടെ. സാറേ ഇത് പ്രശ്നം ഡിപ്രഷൻ ആയ എന്നെക്കാട്ടും പ്രശ്നം. പുള്ളി ചിലപ്പോ എങ്ങനെ സെൽഫ് ഹാം ഒക്കെ ചെയ്യാൻ നോക്കിയാലാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഇത് പുള്ളിക്ക് ഈ മറ്റേ ഇൻവേർട്ടർ ആയിട്ട് ആൾക്കാർ ഇപ്പം സാറിന് ഇൻവേർട്ടഡ് അങ്ങനെ വെച്ചാ ഇപ്പൊ സാറ് മെഡിക്കൽ സർവീസ് ആണെങ്കിൽ സാറിനെ പീഡിന്ന് വിളിക്കും. ആണെങ്കിൽ ഇപ്പൊ എന്താ വെച്ചാ പുള്ളിക്ക് ഡിപ്രഷൻ ആയപ്പോ അർത്ഥം കലങ്ങിയതാ, മനസ്സിലായോ? ഇപ്പൊ ഇങ്ങനെ പുള്ളി ചിന്തിക്കുന്നതല്ല എങ്ങനെയാ, അയ്യോ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, അങ്ങനത്തെ ചിന്ത വരാൻ തുടങ്ങിയപ്പോ പിന്നെ പുള്ളി മാറും, മനസ്സിലായോ? പ്രശ്നമാണ്. ഇവിടെ എന്താ സ്പാൻഡർ ഇട്ട് കറക്കുന്ന സൗണ്ട് ഒക്കെ? അത് ഞാൻ പറഞ്ഞ ആ അകത്ത് കാശ് മേടിക്കുന്ന ഡോക്ടറില്ലേ, അത് പൊന്നോണ്ടിരുന്നത്. സാറേ പുള്ളി അവിടെ ജസ്റ്റ് ഒന്ന് ഒബ്സർവേഷൻ ഇട്ടേക്കുവാണ്. ഇത് ലൈക്ക് ഒരു പുള്ളിയുടെ മൈൻഡിൽ ഇപ്പൊ പെൺകൊച്ചുമായിട്ടുള്ള ഒരു ആത്മാർത്ഥമായ പ്രണയത്തിന്റെ ഒരു ഇതിലാണ് പുള്ളിക്ക് ഇത്രയും മെമ്മറീസ് വന്നേക്കുന്നത്. പുള്ളിയുടെ മൈൻഡിൽ ഇപ്പോഴും അല്ല ഇഞ്ചുറീസും കാര്യങ്ങളൊന്നും ഇല്ല, ഇഞ്ചുറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ പുള്ളിയുടെ മൈൻഡിൽ ഇപ്പോഴും ആ പെൺകൊച്ചിനെ എന്തോ പേര് പറഞ്ഞിട്ടായിരുന്നു, ഇത് മൈൻഡിൽ കിടക്കുന്നുണ്ടാണ്. പുള്ളി ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഇപ്പോഴും പുള്ളിയുടെ കൂടെ ഉണ്ട്. അതാണ് പുള്ളിയുടെ മൈൻഡിൽ ഇപ്പൊ ഫുള്ള്. അതിന്റെ ഒരു അതിപ്പോ ഓവറായിട്ട് പുള്ളി തിങ്ക് ചെയ്ത് അതുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ എല്ലാരും ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ കാണുകയും ഓരോരുത്തരുടെ പേര് മാറ്റി വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ പേടിക്കേണ്ടതായിട്ടല്ല, പുള്ളിക്കാരത്തി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിയാവുന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഓവറായിട്ട് അധികം ഓവറായിട്ട് സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതിരിക്കുക. ഈ ഒരു ക്യാരക്ടർ കണ്ടിന്യൂ ചെയ്യണല്ലേ നമ്മള്? അതെ അതെ, ആ ഒരു പെൺകൊച്ചിനെ എങ്ങനെയും നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് കൊടുക്കാൻ നോക്ക് മാക്സിമം. അതായിരിക്കും പുള്ളിക്ക്. കാരണം വെച്ചാൽ പുള്ളിയെ അധികം ഡിപ്രഷൻ സ്റ്റേജിലോട്ട് കൊണ്ടുപോകാൻ നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അങ്ങനെ പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ മെന്റാലിറ്റി മൊത്തത്തില് ഇതായി പോകും. നമുക്ക് പിന്നെ ഒരിക്കലും പുള്ളിയെ തിരിച്ച് ഒരു പഴയ രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് പുള്ളിയെ മാക്സിമം ഹാപ്പി ആക്കിയിട്ട് പുള്ളിയുടെ മെമ്മറി തിരിച്ചു കൊണ്ടുവരാനുള്ള ആകെ ഉള്ള ഒരു ഹോപ്പ് എന്ന് പറയാൻ ആ പെൺകൊച്ചിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങൾ അതിനെ മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ സാറേ, ഒന്ന് അഴിച്ചുവിടാമോ സാറേ അതിനെ? സാറേ ഞാൻ സമയം കൊടുത്തിട്ടേക്കുവാണ്. ചെറിയ ക്ഷീണങ്ങളുണ്ട്. ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പുള്ളിയുടെ ദുശീലങ്ങളുണ്ടോ? ദുശീലങ്ങളോ? അങ്ങനൊന്നുമില്ല. ദുശീലമാണ് സാർ ഉദ്ദേശിച്ചത്. അതന്നെ എന്റെ സാറേ, അത് നിങ്ങള് ഫാമിലി മെമ്പേഴ്സിനെ അറിയത്തുള്ളൂ സാറേ. അത് കാരണം വെച്ചാൽ നമ്മള് അത് കാണുന്നില്ലല്ലോ, നിങ്ങളുടെ കൂടെ അല്ലേ ഇപ്പോഴും ഉള്ള. ഓ, അപ്പൊ നിങ്ങള് ഫാമിലി ആയിട്ട് ഫുള്ള് ഇതല്ലയോ? ഫുള്ള് മാനസിക രോഗിയൊക്കെ അടിച്ചുവിട്. ഇത് സംസാരിച്ച പൊട്ടന്മാരുടെ സാറേ അടിച്ചുവിട്. തമ്മി സംസാരിച്ചിട്ട് ഞങ്ങളോട് സംസാരിക്കുന്ന എന്തോന്ന് നിങ്ങൾ? ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ തന്നെ തമ്മി സംസാരിക്കുക. ഞാൻ അങ്ങോട്ട് എന്നിട്ട് നേരെ ഈ സാർ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. പൊട്ടന്റെ വേദം കൂത്ത് വരുന്നത് കേട്ടാ. ഈ സാറ് സംസാരിക്കുന്നതിനെ കാണത്തുള്ളൂ. എനിക്ക് ഈ സാറ് പറയുന്നത് ഇതാക്കത്തില്ല. മനസ്സിലായി സാറേ, അയച്ചുവിട്ടായിരുന്നേ. ഇല്ല സലേ കൊടുത്തിട്ട് സാറേ എന്ന് വെച്ചാൽ അതൊരു ട്രിപ്പാണ്. തുപ്പലോ? നമുക്ക് ക്ഷീണം. അത് സലയുവാ. ട്രിപ്പ് സാറിന്റെ ചെവിക്കും കൂടെ പ്രശ്നം സാർ കേൾക്കുന്ന ചെവി കൊണ്ടത് അതെ ഇത് ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുപോകാം നിങ്ങൾക്ക്. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മാക്സിമം പുള്ളിയെ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് കൊണ്ടുപോയിരിക്കും. വീട്ടിലോട്ടേ കൊണ്ടുപോകത്തുള്ളൂ എന്തായാലും. അതാന്ന് പറഞ്ഞ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് കൊണ്ടുപോയിരിക്കും. പുള്ളിയുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാം. പുള്ളിയുടെ ട്രിപ്പ് കയറുന്നൊന്ന് നോക്കട്ടെ. ബില്ല എന്ത് നോക്കിയന്? ട്രിപ്പ് ഇട്ടേ? വരും. ഇത് എത്രാമത്തെ നിലയായിരുന്നു സാറേ? ഇത് ഗ്രൗണ്ട് ഫ്ലോർ. ജനാല നോക്ക്. ലിഫ്റ്റിലല്ലേ വന്നേ?
സാറേ ലിഫ്റ്റിലും പറഞ്ഞ സ്റ്റേഷനും വരാം. ജനാല വല്ലതും ഉണ്ടോ? അവിടെയല്ല. ആ അവനെ ആ, നോക്കി പുള്ളി സാർ, മോസ്റ്ററിലോട്ട് അവൻ കയറി നോക്കിയോ സാറേ അവനെ ഒന്ന്. പുള്ളിന്റെ ശവം കാണാൻ പോ. എങ്ങോട്ടായിരുന്നു പോകണ്ട ഈശ്വര? പെട്ടാ വീണ്ടും ഈശ്വര, ഓടി രക്ഷപ്പെട്ടാലോ വലിയ. സാറേ പോലെ ബില്ലൂടെ ആ പിന്നെ ഓക്കെ 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 ഓഫ് കോഴ്സ്. തിരിച്ചോട്ട് നിൽക്കും വരൂ, ഇവിടെ വരും. ഇത് കുറുപ്പേണ്ണല്ലേ ജോസേട്ടാ? കുറുപ്പേട്ടാ ഇതാരാ? ഹലോ ആരെന്നാ? സാറേ ബില്ലൊക്കെ കൊടുത്തേക്ക്, ബില്ലും കൊടുത്തേ. സാറേ ഓർമ്മയുണ്ട് സാറേ, ഓർമ്മയുണ്ട്, കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഞാനല്ല ബൈസ്റ്റാൻഡർ, ഞാൻ അത് വെറുതെ പറഞ്ഞ ബൈസ്റ്റാൻഡർ അപ്പുറത്തവനാ. സാറേ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ പുള്ളിയുടെ കാര്യം, ആ ഓർമ്മയുണ്ട്. ശ്രദ്ധിച്ചോണം കേട്ടോ. മറ്റേ ബില്ല് അറിയില്ല, ബില്ല് മറ്റേ ആള് ചുമന്ന മുടി, അദ്ദേഹമാണ് ഇതിന്റെ ഓൾ ഇൻ ചാർജ്. പുള്ളി കാണുന്നില്ല. ഭീമനണ്ണൻ അണ്ണൻ മേളിലുണ്ട്. ബാൽക്കണി കുടുങ്ങി. ഇവിടെ നാക്കുള്ള വഴി എനിക്ക് എടുത്ത് ചാടുക എന്നുള്ള